ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, നമ്മുടെ കുടുംബം ക്രിസ്തീയ കുടുംബമായി മാറിയിട്ടുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളിൽ ഒരാളുടെ പ്രശ്നം കുടുംബത്തിൻ്റെ പ്രശ്നമായിട്ട് ബാക്കിയുള്ളവർക്കും കാണാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ എളുപ്പമുണ്ട്. ഇന്ന് പലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്, ഇത് അവരായി വരുത്തി വെച്ച കാര്യം, ഇത് അവരായിട്ടുണ്ടാക്കിയ കാര്യം, അവർ തന്നെ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ മേൽ പഴിചാരുന്ന ഇതെല്ലാം, ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അവരുടെ മേൽ ഏൽപ്പിക്കുന്ന ആ ഒരു മനോഭാവം നമ്മൾ കണ്ടെന്ന് വരും. എന്നാൽ പ്രിയപ്പെട്ടവർ, നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിന് രൂപം നൽകിയവരാണെങ്കിൽ ആ കുടുംബാംഗങ്ങളിൽ ഒരാളുടെ പ്രശ്നം കുടുംബത്തിൻ്റെ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അത് നിന്റെ പ്രശ്നമാണെങ്കിലും നിന്റെ കുടുംബത്തിൽ ഒരാളുടെ പ്രശ്നമാണെങ്കിലും എത്ര നീറുന്ന പ്രശ്നമാണെങ്കിലും പരിഹാരമുണ്ട്. നീറുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ചിലർ പ്രശ്നങ്ങൾ പെട്ടെന്ന് കണ്ടെത്തും, പക്ഷെ അതിനുള്ള പരിഹാരമൊന്നും അവർക്ക് കണ്ടെത്താൻ പറ്റില്ല. പ്രശ്നം കണ്ടെത്താൻ എളുപ്പമാണ്, പരിഹാരം കണ്ടെത്തുന്നതാണ് ദുഷ്കരമായിട്ടുള്ള കാര്യം. പഴിചാരാൻ എളുപ്പമാണ്, അതും ഇന്ന് സുലഭമായിട്ട് നടക്കുന്ന കാണാൻ പറ്റും. പഴിചാരൽ, മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നത്. എന്നാൽ ഒരു പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കുന്നത് അത് കുറച്ചുകൂടെ ദുഷ്കരമാണ്. ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ ഏതവസ്ഥയിലും പ്രാർത്ഥന തുടരുന്നത് അത് അല്പം കൂടി ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, വ്യക്തിപരമായ നിലവിളി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമാകും. ബൈബിളിൽ നിന്ന് ഏതാനും സംഭവങ്ങൾ നമുക്കെടുക്കാം. ഉൽപ്പത്തി 21:16 മുതൽ വായിക്കുമ്പോൾ, ഹാഗാറിൻ്റെ നിലവിളി അത് സ്വർഗത്തിലെത്തി, അവളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. 2 ദിനവൃത്താന്തം 18:31, യഹോഷാഫാത്തിൻ്റെ നിലവിളി മരണവക്കിലെത്തി നിന്ന് അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് സഹായമായി. ദാനിയേൽ 13-ാം അധ്യായം 24-ാമത്തെ വചനവും 42-ാമത്തെ വചനവും, സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. അത് അവളുടെ ജീവൻ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 17:4 വായിച്ചാൽ മോശയുടെ നിലവിളി നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അവൻ പറഞ്ഞത്, ഈ രീതിയിൽ പോയാൽ അവരെന്നെ കല്ലെറിഞ്ഞു കൊല്ലും. സഹായം അഭ്യർത്ഥിക്കുന്ന മോശയെ കാണാൻ പറ്റും, അവന് സഹായം ലഭിച്ചു. മർക്കോസ് 10-ാം അധ്യായം 48 എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ബർത്തിമിയൂസിൻ്റെ നിലവിളി. അന്ധയാചകൻ ആ വഴിയരികിലിരുന്ന് നിലവിളിച്ചു. അവന് തടസ്സങ്ങൾ വന്നെങ്കിലും നിലവിളി തുടർന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, അവന് കാഴ്ച ലഭിച്ചു. അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, കുടുംബാംഗങ്ങൾ, ദേശവാസികൾ ഒരുമിച്ച് നിലവിളിച്ചാൽ അതിന് ഫലമുണ്ടാകും. കുടുംബത്തിൻ്റെ പ്രശ്നം മാറാൻ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിലാണെങ്കിലും നമ്മുടെ ദേശത്താണെങ്കിലും പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് കൂടിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 3:7 ഇസ്രായേലിൻ്റെ ദീനരോധനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിച്ചു. എസ്ര 9:5 മുതൽ വായിക്കുമ്പോൾ, ഇസ്രായേൽ അവരുടെ പാപം ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ നിലവിളിച്ചു, അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. എസ്തേർ 4-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ, എസ്തേറും അവളുടെ കൂടെയുണ്ടായിരുന്നവരും അതുപോലെ തന്നെ അവളുടെ തോഴിമാരും അവളും ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. യഹൂദ ജനം മുഴുവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. അവരെ ദൈവം സഹായിക്കുന്നത്, അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
2 മക്കബായർ 13:12 മുതൽ വായിക്കുമ്പോൾ യഹൂദർ അന്ത്യോക്കസിനെതിരെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം. 3 ദിവസം അവർ തുടർച്ചയായി ഉപവാസം അനുഷ്ഠിച്ച് സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിച്ചു. അവസാനമായിട്ട് യോന 3-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ നിനേവെ നിവാസികൾ കർത്താവിനോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഉപവാസം അനുഷ്ഠിച്ചു. അവരോട് ദൈവം കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, നിലവിളി, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന, നിലവിളി, ദേശവാസികളുടെ നിലവിളി, ഇതെല്ലാം ദൈവം കേട്ട് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബാംഗങ്ങളുടെ മദ്യപാനം മൂലം നശിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.